ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട് അല്ലേ ഗീത്തു? ഗീത്തുക്ക് ഇന്ന് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും ആദ്യം മാത്രമുള്ള ഒരു വ്ളോഗായിരിക്കും. അതാണ് നമ്മൾ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഇവിടെ കിടപ്പുണ്ട്, ഉറക്കമാണ്, എണീറ്റിട്ടില്ല. അതൊരു 7 മണിക്കാകുമ്പോൾ എന്തായാലും എണീക്കും. ഗീത്ത് ഇപ്പോൾ എണീറ്റ് പോയിട്ട് ഗീത്ത് റെഡിയാവും. ആദ്യം എനിക്കുമ്പോഴേ ഞാൻ എനിക്കുള്ളൂ. എത്ര 6:09. ഇപ്പോൾ അതിന് വെളുത്ത് വരുന്നുള്ളൂ. അത് നല്ല ഉറക്കമാണ്. ഇപ്പൊ അതാണ് അവൻ്റെ പരിപാടി. ഇവിടെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ താഴേക്ക് ഇങ്ങനെ വന്ന് അവിടെ കിടക്കുന്നുണ്ടോ, സൂക്ഷിക്കണം നമ്മൾ. അങ്ങനെ കീത്തു റെഡി ആയിട്ട് കീത്തു ഇറങ്ങിയാണ്. സമയം എത്ര കീത്തു? 6:45. 7 മണിക്ക് കീത്തുന് കയറണം. ആദ്യം കിടപ്പ് നോക്കി. ഇങ്ങനെയാണ് ആദ്യം ഉറങ്ങണേ. മൂക്കൊക്കെ ഓക്കെയുണ്ട്, ശ്വാസം കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആദ്യം എനിക്ക് പനിക്കുള്ളൂ കീത്തു, ഞാനിപ്പോൾ ഉറങ്ങും. പിന്നെ ഞങ്ങൾ ഉറങ്ങട്ടെ. ഇങ്ങനെ കിടക്കാൻ പറ്റണില്ലേ പൊന്നുണ്ണി? നേരെ കിടക്ക്. വാ വാ വാ, ഉറങ്ങാം ഉറങ്ങാം ഉറങ്ങാം. ഉറക്കം മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് കർട്ടനൊക്കെ മാറ്റട്ടെ. അപ്പോൾ ശരിക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. ദേ ചെക്കൻ എണീറ്റ്, ഫുള്ളായിട്ട് എണീറ്റ്. അങ്ങനെ നേരെ എടുക്കണം. അമ്മേ തക്കടു അമ്മ പോയി തക്കടു. അമ്മ പോയതുപോലെ അറിഞ്ഞാ മോൻ? എവിടെ പോണു? അമ്മ പോയതുപോലെ അറിഞ്ഞാ മോൻ? നേരെ കിടക്ക്, അവിടെ കിടക്കണം. അപ്പോൾ നമ്മൾക്ക് ഇനി എണീറ്റിട്ട് ആദ്യം തന്നെ ഡൈപ്പറൊക്കെ മാറ്റി. ഫുള്ളാണ്. പിന്നെ ഫീഡൊക്കെ ചെയ്യിച്ച്. പിന്നെ വലിയ പരിപാടിയൊന്നും ഇല്ല. ഇന്നൊരു വ്യൂയിങ് ഉണ്ട്, ഒരു ഫ്ലാറ്റ് കാണാൻ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ന്യൂ ഡേ. മണ്ടുവാണോ നീ? ഇന്നലെ ഉറങ്ങിയ നന്നായിട്ട്. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ വെച്ച് ഇറുക്കുന്നില്ല ഞാൻ. നിന്നെ ഇതിന്റെ ഇടയിൽ വെച്ച് ഞാൻ ഇറുക്കും ഞാൻ. വാ നമ്മളങ്ങനെ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് കർട്ടൻ മാറ്റി എന്താണ് ക്ലൈമറ്റ് എന്ന് നോക്കാം. ക്ലൈമറ്റ് അടിപൊളിയാണ്. പുറത്തിറങ്ങിയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ഇതവിടെ കുറച്ച് പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്. വാവ്. ഗുഡ് മോർണിംഗ് നെയ്ബേഴ്സ്. പറയ്. ഗുഡ് മോർണിംഗ് നെയ്ബേഴ്സ്. ഞാൻ അതിക്ക് കരഞ്ഞു കൊടുക്കണേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഫീഡ് ചെയ്യണം അതിനെ.
ആദ്യം കുറച്ചു നേരം ഇവിടെ കിടന്ന് കളിക്ക്. ആദ്യം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊന്ന് ഫ്രഷായിട്ട് മുഖം കഴുകി ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് അതിടത്തേക്ക് പോവാം. ആദ്യം അവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്നുണ്ട്. ഡേയ് തമ്പി, ഡേയ് ഇനി അവൻ്റെ ഫോർമുല സെറ്റ് ചെയ്യട്ടെ. കീത്തിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളയണം. അതിങ്ങനെ കൈ കെട്ടിയിരിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ കൈ കെട്ടിങ്ങനെ ഇരുന്നിട്ട് ഇത് ഫുള്ള് കുടിക്കണം. ഓക്കെ, ഫുള്ള് കുടിച്ചോളണം. ഉറക്കത്തിന് എനിക്കണ ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ഫുള്ള് കുടിക്കും, പിന്നെ കുറച്ച് കുടിക്കും, കുറച്ച് കുടിക്കും, കുറച്ച് കുടിക്കും. കുടിക്കണ്ട്. ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കുടിക്കും. അവള് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കുടിക്കില്ല. ഞാൻ ഇങ്ങനെ കൈയൊക്കെ ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനറിയാം ഇത് തീർക്കാണ്ട് എന്തായാലും കൈ വിടൂലെന്ന്. ഇപ്പം കുടിച്ചോളും. ഒരു ഇടവ് ഇവിടെ നടക്കൂല. ഇനി ആള് കുറച്ചു നേരം വലിയിരുന്ന് കളിച്ചോളും. ഉറക്കം വന്നുണ്ട്, ചെറുതായിട്ട് ഉറക്കം വന്നുണ്ട്. ആളോട്ടിന്ന് കളിച്ചോളും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് ഇന്നലെ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഓറഞ്ച് ജ്യൂസിൽ ഓട്സ്, നട്ട്സ്, പിന്നെ ചിയാ സീഡ്, ഇപ്പം ഞാൻ ആപ്പിൾ അരിഞ്ഞിട്ടാണ് ഇതിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനൊപ്പം 2 ഓംലേറ്റ് അല്ല, ബുൾസയും. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ആ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പാലിട്ട് വെക്കണേക്കാളും അടിപൊളിയാണ് ഈ ഓറഞ്ച് ജ്യൂസ് ഇട്ട് വെക്കുന്നത്. ഓറഞ്ചിൻ്റെ ടേസ്റ്റും ആപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്. അല്ല ആദി, ഇതാണ് ആദിര. ഇതിൻ്റെ പേരെന്തായിരുന്നു? അയ്യോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് എല്ലിയാണിത്. ഇത് പേര് ഞാൻ മറന്നുപോയി. കുറച്ചേ ഇരിക്കുള്ളൂ. ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആൾക്ക് മടുത്തു തുടങ്ങും. പിന്നെ പുള്ളി കരഞ്ഞു തുടങ്ങും. പിന്നെ ആരെങ്കിലും വന്നില്ലെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. മൈൻഡ് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ പുള്ളി കരയും. അല്ല ആദി, ഇപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബുൾസൈഡൊക്കെ നോക്കിയേ, ഉണ്ണി വരെ പൊട്ടാണ്ട് നല്ല ജില്ലിരിക്കണ്ട. അപ്പം ഞാനത് കഴിക്കട്ടെ. അതെ ഇനി ഉറങ്ങാറായിട്ടുണ്ട്. ഞാൻ ഉറക്കാം നമുക്ക്. ഇനി ആളുറങ്ങി. ഇനി ഇത് കിടത്തും വയ്ക്കും, പിന്നെ എനിക്ക് ചാൻസ് ഉണ്ട്. കിടത്തലാണ് കുറച്ചുകൂടി പണി. ആളുറങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എനിക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടക്കാം. മാറ്റൊക്കെ എടുത്ത് വെച്ച് ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എല്ലാം വാഷ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് നേരം ചിലപ്പോൾ കിടക്കും, വെറുതെ കിടക്കും. എനിക്കിടെ നിങ്ങൾക്ക് പരിപാടിയുള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം കളിച്ചതിനിടയ്ക്ക് ഒന്ന് എക്സസൈസ് ചെയ്ത്. എന്തായാലും ജിമ്മിൽ പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ചെറുതായിട്ടൊരു പുഷപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിലവിടെ പോയി എന്താ പൊന്നു
നന്നായിട്ട് ഉറങ്ങിയാ? സമയം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. 10:30 ആയപ്പോൾ അത് പിന്നെ ഇട്ടിട്ടുണ്ട്. കുറേ നേരം ഉറങ്ങിട്ടോ. നല്ല മോനായിട്ട് ഉറങ്ങി ഏട്ടാ. നല്ല മോനായിട്ട് ഉറങ്ങി ഏട്ടാ. ഇനി ഉറങ്ങണുണ്ടോ? ഞങ്ങൾ നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പാൽ കുടിക്കാറില്ല. അപ്പം തന്നെ പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനിങ്ങനെ കളിച്ചിരിക്കും, കുടിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആദ്യം കരഞ്ഞു വിടും, അപ്പോഴാണ് പാൽ കുടിക്കുള്ളൂ. അപ്പോൾ കൊടുത്താലേ ഫുള്ള് കുടിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് കളിക്കും. അല്ലാതെ ഇന്ന് തണവത്രമില്ല കേട്ടോ. ഇന്ന് അത്യാവശ്യം ചൂടുണ്ട്. സുഖമാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചേ. ആദ്യം പുറത്തു പോയി. ആദ്യം പുറം കാഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് പോയി. ഇപ്പൊ നാട്ടിൽ പോണതിന്റെ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം നാട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെ ഇപ്പൊ അടുത്ത ആഴ്ച നാട്ടിൽ പോകും. അപ്പോൾ അവരോട് സാധനമാണ് വാങ്ങിച്ചാൽ. ഞങ്ങളങ്ങനെ പാലൊക്കെ കുടിച്ചു. അല്ല ആദി എത്ര കുടിച്ചു? നമ്മൾ 120 കുടിച്ചു ഇപ്പം. ഇത് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. നമുക്ക് ആദ്യം റെഡിയാക്കാനുണ്ട്. ജാക്കറ്റ് മാത്രമേ ഇടുള്ളൂ. ഇത് ഡ്രസ്സ് തന്നെ ഇടുള്ളൂ. ജാക്കറ്റ് ഇടുന്നു, കാർ സീറ്റ് എടുത്തുനിന്ന് പോകുന്നു. തിന്നല്ലേ, എന്ത് കിട്ടിയാലും വാരി കൊണ്ടുപോകണം. അവിടെ നിൽക്കടാ, അവിടെ നിൽക്ക്. സിബിട്ടെ കാല് ഉള്ളിലേറ്റടാ, ഉള്ളിലേക്ക് വെക്ക്. പോവാ നമുക്ക്, പോവാ നമുക്ക്. അച്യുതാനന്ദനെ പോലെ ഇരിക്കണ്ടേ, ഇങ്ങനെ ഇരിക്കണ്ട. സെറ്റാണോ ഇവിടെ? നമ്മള് കൂടെ വന്നു രൂപ പോവാം. അല്ല പൊന്നു, എല്ലാവരും നമ്മളൊപ്പുണ്ട്. ഇതാണ് ബെഡ്ഫോർഡ് സെന്റർ. കാറൊന്ന് വാഷ് ചെയ്യേണ്ടി വന്നേക്കണ്ട. കാറ് വാഷ് എടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു വാഷ് ചെയ്യുന്നുണ്ട്. ഒരു പെട്രോൾ പമ്പാണ്. എല്ലാ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വാഷ് സെന്റർ ഉണ്ടാവും. അല്ല ആദ്യം അപ്പം ഞാൻ ആദ്യം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരവിടെ നല്ല പക്കയായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് വാഷ് ചെയ്യാനായിട്ട് 20 പൗണ്ട്. അത് ഇൻസൈഡും ഔട്ട് സൈഡും കൂടിയിട്ട് 20 പൗണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു നാട്ടിലെ 2200 6,000 റേറ്റ് ഒക്കെ വരും. ഓ അത് നോക്കി ഡമ്മോ. അപ്പം നമ്മുടെ ചെക്കനവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണിച്ചത് ഓ ഇതൊക്കെ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് ഞങ്ങളങ്ങനെ കാർ വാഷ് കഴിഞ്ഞിട്ട് ഫ്ലാറ്റിലെത്തി. ആദ്യത്തെ നല്ല ഉറക്കമാണ്. അതിനോട് പുറത്തിറങ്ങാനല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ ഒപ്പം തന്നെ നിന്നോളും, കൂളായിട്ട് നിന്നോളും. അല്ലാണ്ട് കരച്ചില വിരിച്ചില്ല അങ്ങനൊന്നുമില്ല. വീട്ടിലേക്കുമ്പോൾ കുറച്ച് വാശിയുണ്ടെന്നല്ലാണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. കാറിൽ കൊണ്ടുപോകല് ഒറ്റയ്ക്ക് കൊണ്ടുപോകല് കുറച്ച് ടാസ്ക്കാണോ? ഇപ്പൊ കാർ സീറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ആദ്യം കുറച്ച് സെറ്റ് അല്ലായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ഈ കാർ വാഷിന് പുള്ളിയോട് പറഞ്ഞിട്ട് കാർ സീറ്റ് ഞാൻ പക്ക സ്ട്രോങ് ആക്കി. അമ്മ എവിടെ പോയാ? നമ്മ എവിടെ പോയാ? ചൂടെടുക്കണ്ട മോന്. ഗുഡ് ബോയ് ആണ് എന്റെ ഗുഡ് ബോയ്. എന്റെ ഗുഡ് ബോയ് ആണ്. ഞങ്ങളില്ലേ ആദി നമ്മളെന്ത് ചെയ്യാൻ പോണോ? ഇനി നമ്മൾ ഉറങ്ങാൻ പോണം. പാലൂടെ കഴിഞ്ഞില്ല നമ്മുടെ. ഇന്ന് നൈറ്റ് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചിലെങ്കിലും ഉറങ്ങിയിട്ട് വേണം എനിക്ക് കുറച്ചിലെങ്കിലും ഉറങ്ങാൻ. ചേട്ടാ ആദി നമ്മൾ ഉറങ്ങാൻ പോവേണ്ട. ഉറങ്ങി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാം.
ഓക്കെ ഉറങ്ങുന്നാവും ഇനി ഉറങ്ങുന്നു പോകാനല്ലേ ഇപ്പൊ ഒന്ന് അടിക്ക് ആള് നമ്പർ 2 ഒക്കെ കഴിഞ്ഞ് അതൊന്ന് വൈപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിപ്പോ എടോ ഉറങ്ങടോ കുട്ട. So guys, I'm back from my work. ഞാൻ വന്നു കുളിച്ചു, നേരെ അവിടെ പോയി പാലൊക്കെ കൊടുത്ത്. ഒരാൾ നല്ല ഉറക്കമാണ്. സോ ഇനി പ്രണവിൻ്റെ കുറച്ച് നേരം ഉറങ്ങാൻ ഉള്ള ടൈമാണ്. ഇനി ആദിയുടെ എൻ്റെയും കുറച്ചുള്ള ഒരു ടൈമാണ് അല്ലേ ആദി? അങ്ങനെ അപ്പോൾ ഇനി ഞാൻ ഫുള്ള് ഉറക്കായിരിക്കും. അപ്പോൾ ഞാനും ഇവനും കൂടി കിച്ചണിൽ വന്നായിരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പ്രണവ് ചോബിനവും ഞങ്ങളിവിടെ ഇരിക്കും. മുഖമൊക്കെ മാന്തി പൊളിച്ച് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ കേട്ടമ്മ. ആ നിനക്കിന്ന് അടി കിട്ടും. അതെ ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്. ബൈ. കുറച്ച് ലേറ്റ് ആണ്. നോർമലി ഞാനൊരു 9:45 ആകുമ്പോൾ ഇറങ്ങുന്നതാണ്. ഇന്നിപ്പോ 9 എത്രയായി? 10 അയ്യോ ദൈവമേ. ഇന്ന് ദിവസം തേഴ്സ്ഡേ വലിയ സീൻ ഉണ്ടാവാറില്ല, വലിയ തിരക്കുണ്ടാവാറില്ല. അത് ബാക്കി ഇനി ഇവിടുന്ന് എനിക്കൊരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ഷിഫ്റ്റിനെത്തി. സമയം ഇപ്പോൾ 11:30 രാത്രി. ഇന്നത്തെ ആദ്യമായിട്ടുള്ളൊരു ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.